പമഗ മഗ ഗസനി സമാഗ ഓ സംഗീതമേ. വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതമേ. വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതമേ. ഹിമഗിരിതൻ കൊടുമുടിയിൽ പുതിയൊരു തിങ്കൾ കലയുദിച്ചു. പിന്നിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതമേ. ഋതുമതിപ്പുഴക്കരയിളം വിളിത്തളികയിൽ ഉയർന്നു വന്നതും വിരിഞ്ഞു നിന്നതും വാസന്തമോ. ഋതുമതിപ്പുഴക്കരയിളം വിളിത്തളികയിൽ ഉയർന്നു വന്നതും വിരിഞ്ഞു നിന്നതും വാസന്തമോ. ഒരു നുള്ളു പൂമണ്ണു തേടി അതുവഴി പോകും തെന്നലി കൊണ്ടുതരൂ ഒരു മുളം തണ്ടിൽ മധുരവും മണവും. വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതമേ. ഇവിടെ മണ്ണിന്റെ കരളിൽ ഗന്ധർവ കവിതകൾ പറഞ്ഞു തന്നിന്നു മറഞ്ഞു നിന്നതു പൂന്തിങ്കളോ. ഇവിടെ മണ്ണിന്റെ കരളിൽ ഗന്ധർവ കവിതകൾ പറഞ്ഞു തന്നിന്നു മറഞ്ഞു നിന്നതും പൂന്തിങ്കളോ. പുതിയൊരു കവിതയും തേടി അതുവഴി ചെന്ന ഗായക കൊണ്ടുതരൂ അകലെ വിണ്ണിന്റെ കവിതയും സ്വരവും. വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതമേ. ഹിമഗിരിതൻ കൊടുമുടിയിൽ പുതിയൊരു തിങ്കൾ കലയുദിച്ചു. നിസനി പമഗ മഗ ഗസനി സമാഗ ഓ സംഗീതമേ. സൂപ്പർ തുടക്കം കേട്ടോ. ഫസ്റ്റ് ആ ഒരു സ്വരത്തിലല്ലേ ഫസ്റ്റ് തുടങ്ങിയത്, അതൊരു ടേക്ക് ഓഫ് ആയിരുന്നു. നന്നായിട്ട് പാടി. നമസ്കാരം, ഗുഡ് ഈവനിങ് ഗൾഫിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ അബുദാബിയിൽ നിന്നുള്ള 2 സിംഗേഴ്സാണ്. അച്ഛനും മകനുമാണ്. അച്ഛൻ്റെ പേര് സന്ദീപ്, ഇഷാൻ കുട്ടൻ. ഇഷാൻ ഇടയ്ക്ക് ഇങ്ങനെ അച്ഛൻ പാടിയതിൻ്റെ ഇടയ്ക്കൊക്കെ എവിടേക്കോ ഒരു ചിരി ഇങ്ങനെ വന്നു. എന്താ പറ്റിയടാ? ഒന്നും ആള് കുറച്ച് മിണ്ടാതെ. ഞാൻ പറഞ്ഞു ഇപ്പം ഞങ്ങൾ എന്നോട് ബെറ്റ് വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു അവൻ ചിരിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവൻ ചിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബിരിയാണി വാങ്ങിച്ചിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ, ചിരിക്കണേ. ആ, എന്തൊക്കെയുണ്ട് വിശേഷം? പറയാ വിശേഷം. മൈക്കിൽ സംസാരിക്കാം. നാട്ടിൽ പോകുന്നുണ്ട്. എന്നാ പോണേ?
27-ാം തീയതി പോകുന്നുണ്ട്. അപ്പം അടുത്ത് കുറച്ച് ദിവസമായി പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞാൽ നാട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ മോനെ കൊണ്ട്? ആണല്ലേ? എത്ര നാളുണ്ട് നാട്ടിൽ? അല്ല എടാ എത്ര ദിവസം പോയി നിൽക്കുന്നു? ഹൗ മെനി ഡേയ്സ്? 2 weeks. ഓൺലി 2 weeks. അപ്പോൾ സങ്കടമാവൂല ഇങ്ങോട്ട് വരാൻ? ഇല്ല, ഇഷ്ടമാണ്. ഇവിടെയാണ് ഇഷ്ടം? രണ്ട് സ്ഥലത്തിലും ഇഷ്ടമാണ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 5th-ലാണ്. ഇത് അബുദാബിയിലല്ലേ പഠിക്കണേ? അബുദാബിയിൽ ഏത് സ്കൂളിലാണ് പഠിക്കണേ? ജെംസ്. ഓക്കെ. വീട്ടിലെങ്ങനെയാണ്? നന്നായിട്ട് സംസാരിക്കുമോ? അനിയൻ കുട്ടനുണ്ട് ഇല്ലേ? ദേവയാൻ. എന്ത്? ദേവയാൻ. അപ്പോൾ അനിയനായിട്ട് എങ്ങനെയാണ്? ഭയങ്കര ഇഷ്ടമാണോ അനിയനെ? ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. എടാ ഒന്ന് ചിരിക്കടാ. അതെ, ആള് നല്ല അടിപൊളി സിംഗറാണ്. നമുക്ക് മോൻ്റെ പാട്ട് പോവാം. സന്ദീപ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും കൂടെ ഒരുമിച്ചാണല്ലോ പോണത് എല്ലാവരും? അതെ. അപ്പം എല്ലാവരും തിരിച്ച് ഒരുമിച്ചാണോ വരുന്നത്? അതോ ആള് സന്ദീപ് നേരത്തെ വരും? വൈഫ് എന്ത് വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പൊ വീട്ടില് മോനുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ദേവയാൻകുട്ടന് ആൻറ്റിയുടെ വക ചക്കര ഉമ്മ. അപ്പം നമുക്ക് ദേവാന് വേണ്ടിയിട്ട് ആ ഒരു പാട്ടങ്ങ് പാടിക്കൊടുത്താലോ? അനിയൻകുട്ടന് വേണ്ടിയിട്ട് അല്ലേ? ഞങ്ങൾ ഇന്ന് അനിയന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യണം. ഓക്കെ. ഏത് പാട്ടാണ് പാടുന്നത്? വെള്ളിച്ചില്ലും വിതറി. പോയാലോ? ചിരിക്കണേ. എങ്കിൽ ഇവൻ ചിരിച്ചപ്പോൾ എൻ്റെ മോൻ ഇന്ന് ചിരിക്കുന്നതാണൊക്കെ തോന്നി കേട്ടോ. അവനിങ്ങനെ ഇതേപോലെയാണ് എപ്പോഴും ഇങ്ങനെ ചുണ്ടടച്ച് വെച്ചിട്ട് ചിരിക്കുള്ളൂ. പെട്ടെന്ന് എനിക്ക് അവന് ഓർമ്മ വന്നു, കിച്ചുവിന് ഓർമ്മ വന്നു. എനിവേ പഠിക്കാം. ട്രാക്ക് വരട്ടെ കേട്ടോ. വെള്ളിച്ചില്ലും വിതറി
നെല്ലിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുരച്ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണു സംഗമം എങ്ങാണു സംഗമം. ഹലോ, നന്നായിട്ട് പാടി കേട്ടോ. നല്ല നല്ല ഓപ്പൺ വോയിസ് എന്ന് വെച്ചാൽ നല്ല ത്രോ ഉണ്ട് മോൻ്റെ വോയിസിന്. പാട്ട് പഠിക്കുന്നുണ്ടോ? എവിടെയാണ് പഠിക്കണേ? സ്കൂൾ ഓഫ് കർണാട്ടിക് മ്യൂസിക്. വിഷ്ണു മാഷാണ്. അപ്പോൾ വിഷ്ണു മാഷാണോ സന്ദീപിന് നമ്പർ തന്നത്? മുരളിയാണ് തന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. വിഷ്ണു മാഷിൻ്റെ സ്റ്റുഡൻ്റ് ആണോ? അപ്പോൾ അവിടെ പോയി പഠിക്കുകയാണോ? വിഷ്ണു മാഷിനോട് അന്വേഷണം പറയണം കേട്ടോ. പറയാം. അപ്പം ഇപ്പോൾ എവിടം വരെ ആയി മ്യൂസിക്? 4 വർഷം. ഓക്കെ. എവിടം വരെ എത്തി ഇപ്പോൾ? കീർത്തനം എത്തി. ഓ, സൗണ്ട് ഇല്ലായിരുന്നില്ലേ? ഓക്കെ. അപ്പം വിഷ്ണു മാഷിൻ്റെ അടുത്താണ് മ്യൂസിക് പഠിക്കുന്നത്. 4 വർഷമായിട്ട് പഠിക്കണു. കീർത്തനം വരെ എത്തി. ഇഷ്ടമാണോ പാട്ട് പഠിക്കാൻ? അതോ അച്ഛൻ്റെ ഇഷ്ടത്തിന് പോകുന്നതാണോ? ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം കൊണ്ടാക്കിയപ്പോൾ എങ്ങനെയായിരുന്നു? ഇഷ്ടമായിരുന്നോ? സരിഗമ പദനിസ പാട്ട് തുടങ്ങിയപ്പോൾ? ഈസി ആയോ? ഓക്കെ, ഈസി ആയിനി. കണ്ണൂരുകാരാണ്. അച്ഛൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ സ്ഥിരം കേൾക്കുന്നു. ഇവിടെ ചാന്ദിനി എപ്പോഴും ഇങ്ങനെ പറയും. പറയും എന്താണ് നല്ല സുന്ദരത്തിന് എന്താ പറയണത്? എന്താണ്? നല്ല പാങ്ങായിട്ടുണ്ട് കേട്ടോ. ഒന്ന് അങ്ങനെ പറയാറുണ്ടോ? പാങ്ങെന്ന് പറയാറുണ്ടോ? അതാണോ? അതൊക്കെ ഓൾഡ് അല്ല. എന്നാലും എന്താണ് എന്തെന്താ പറഞ്ഞത്? ആയിനി. ഓക്കെ. ഇഷ്ടമാണ് എനിക്ക്. പക്ഷേ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. അപ്പോൾ തൃശ്ശൂരുകാരുടെ ഭാഷയൊക്കെ, അതേപോലെ കണ്ണൂർ, കാസർഗോഡ് ഇവരൊക്കെ സംസാരിക്കുന്ന തികച്ചും നമ്മൾ കേൾക്കുമ്പോൾ, ഞങ്ങൾക്ക് കൊല്ലം ആ സൈഡിലോട്ട് അല്ലെങ്കിൽ കോട്ടയം ആ സൈഡിലോട്ട് കേൾക്കുമ്പോൾ ഒരു വെറൈറ്റി തോന്നുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള ഇത് കേൾക്കാനായിട്ട്. സ്ലാങ് വ്യത്യാസം വരുന്നുണ്ട്. തൃശ്ശൂരാണെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് പോകുന്നതൊക്കെയാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ടാണ് എല്ലാവരും ഇപ്പം. അപ്പം തിരിച്ചറിയാൻ പറ്റില്ല. ചിലർ സംസാരിക്കുമ്പോൾ നമുക്കറിയാം. ഇപ്പം മോൻ സംസാരിച്ചപ്പോൾ പെട്ടെന്ന് പറ്റി കണ്ണൂർ. ഓക്കെ, പാവക്കുട്ടി. മലയാളമൊക്കെ പഠിച്ചോ? അതെന്ത് പറ്റി? അച്ഛൻ പഠിപ്പിച്ചില്ല. അച്ഛൻ തന്നെ പറഞ്ഞു അച്ഛൻ പഠിപ്പിച്ചില്ല. നമ്മുടെയൊക്കെ സമയത്ത് പണ്ട് ഈ ആശാമ്പള്ളിക്കൂടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. എഴുത്തിനിരുത്തുന്ന ഒരു സ്ഥലമുണ്ട്. നിങ്ങളുടെ എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ആശാമ്പള്ളിക്കൂടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോയിരുന്നു കഷ്ടപ്പെട്ടാണ് പോയത്. അവിടെ ഞാനൊക്കെ പോയത് ഒരു അക്കച്ചിയുണ്ട്. അവിടെ അക്കച്ചിയുടെ അടുത്താണ് പോയത്. പക്ഷെ അവിടെ നന്നായിട്ട് പഠിപ്പിക്കും. അക്ഷരങ്ങൾ പഠിപ്പിച്ച് കറക്റ്റായിട്ട് നല്ല ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നന്നാണല്ലോ പറഞ്ഞു. പക്ഷെ നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി ഇങ്ങനെ പിന്നെ ഇതിനകത്ത് മണ്ണിലാണ് എഴുതി പഠിപ്പിക്കുന്നത്. അതേപോലെ നമ്മുടെ നാട്ടിലെ സ്ഥലമുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ എല്ലാവരും മലയാളം പഠിപ്പിക്കുന്ന. ഞാൻ പറയുന്നത് ഇപ്പോൾ 2 മാസം വെക്കേഷനിൽ ആ സമയത്തൊക്കെ എഴുതാൻ കാണും. കാര്യം നമ്മുടെ നാട്ടിൽ ചെന്ന് അറ്റ്ലീസ്റ്റ് വായിക്കാൻ അറിയോ? വായിക്കാൻ നമ്മുടെ നാട്ടിൽ ചെന്ന് ഇനിയിപ്പം പിള്ളേരൊക്കെ വളർന്ന് നമ്മുടെ നാട്ടിൽ പോയി ബസ്സിൻ്റെ ബോർഡെങ്കിലും വായിക്കണ്ടേ? അപ്പം 2 മാസം സമയമുണ്ട് മോനെ. പഠിക്കണം മോനെ കേട്ടോ. ഏത് ഭാഷയാണെങ്കിലും നമ്മൾ പഠിക്കുന്ന, പ്രത്യേകിച്ച് മലയാളം. നമ്മൾ മലയാളി, വി ആർ മലയാളീസ് കേട്ടോ. ഓക്കെ. സന്ധ്യ, വേറെ എന്തുണ്ട് വിശേഷം? വൈഫ് പാട്ട് പാടുവോ? വൈഫ് ചെറുതായിട്ട് വീട്ടിലേ പാടുള്ളൂ. ഓക്കെ. പുറത്തേക്ക് ആക്കി വരാനുള്ളൊരു അവസരം കിട്ടിയില്ല. താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. 05880413100585231310 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഇത് ദേ ആർ ഫ്രം അബുദാബി. എൻ്റെ വ്യൂവേഴ്സ് മൊത്തം നമ്മുടെ ഈ ഗുഡ് ഈവനിങ് ഗൾഫിൻ്റെ വ്യൂവേഴ്സ് കൂടുതലും, മൊത്തം എന്നല്ല പറയുന്നില്ല, കൂടുതലും അബുദാബിക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു 2 സിംഗേഴ്സ് വന്നപ്പം നിങ്ങൾ വിളിച്ച് സുഖങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ, എവിടെയാണ് താമസിക്കുന്നതൊക്കെ അറിയണ്ടേ. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാൻ. ഏതാണ്? പൂമാനമേ. സന്ദീപ് അല്ലേ പാടുന്നത്? ഓക്കെ. ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവാ കണമായി ഉയരാ
അഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോ കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ വീണയായി മണിവീണയായി വീചിയായി കുളിർവാഹിയായി മനമൊരു ശ്രുതിഴയായി പൂമാനമേ ഒരു രാഗമേഘം താ. പതുങ്ങി വരും മധുമാസം മണമരുളും മലർമാസം നിറങ്ങൾ പെയ്യുമ്പോ പതുങ്ങി വരും മധുമാസം മണമരുളും മലർമാസം നിറങ്ങൾ പെയ്യുമ്പോ ലോലമായി അതിലോലമായി ശാന്തമായി സുഖസാന്ദ്രമായി അനുപദം മണിമയമായി പൂമാനമേ ഒരു രാഗമേഘം താ. കനവാ കണമാ ഉയരാ ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. നല്ലപടി. അതിനകത്ത് ഞാൻ ത്രൂ ഔട്ട് കണ്ട ഒരു മിസ്റ്റേക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ ഒരു രാഗം മിസ്റ്റേക്ക് അല്ല, അത് ഒരു രാഗമേഘം അവിടെ കുറച്ച് താളം എല്ലായിടത്തും പോയി. അത് പഠിച്ചു വെച്ചതിൻ്റെ ഒരു കുഴപ്പമാണ്. എന്നുവെച്ചാൽ നമ്മൾ പൂമാനമേ ഒരു എന്നിട്ട് ഒരു ബ്രീത്ത് കഴിഞ്ഞിട്ടേ എടുക്കാവുള്ളൂ. അപ്പോൾ ആ കറക്റ്റ് താളത്തിൽ വന്ന് വീഴും. ഒരു രാഗമേഘം താ. ഇത് ചേർത്ത് പാടി ചിലയിടത്ത് ഇങ്ങനെ ഓ കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് കൊടുത്തു. അതുകൊണ്ടാണ് അത് താളത്തിൽ വരാം. അപ്പോൾ താളത്തിൽ നിന്നില്ലെങ്കിൽ എന്തോ ഒരു ഓഡ് ഫീൽ കേട്ടോ. ഇങ്ങനെ ഒരു ടെക്നിക്ക് പറഞ്ഞതല്ല. നമ്മൾ ചില പാട്ട് പഠിക്കുമ്പോൾ നമുക്ക് അവർ താളത്തിൽ നിൽക്കാൻ അവരെവിടെയാണ് ബ്രീത്ത് എടുത്തേക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ത്രൂ ഔട്ട് അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാം ഭംഗിയായിട്ട് പാടും. നല്ല രസമുണ്ടായിരുന്നു. ഈ സിനിമ നിറക്കൂട്ട് എന്ന സിനിമയിലെ ഒരു അതിമനോഹരമായൊരു പാട്ടാണ്. നന്നായിട്ട് പാടി. ഇതിപ്പം ലേറ്റസ്റ്റ് ഒരു സിനിമയിൽ അതെ ഓസ്ലറിനകത്ത് അത് ആരാ വിഷ്ണു പാടിയത്? സൂരജ് ആരാ വിഷ്ണു പാടിയത്? ഒരു സിംഗർ പേര് ഞാൻ മറന്നു. പുള്ളിക്കാരൻ പാടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സിംഗർ ഇവിടെ വന്ന് പാടിയിട്ടുണ്ടായിരുന്നു. സൂപ്പർ, നന്നായിട്ട് പാടി. അടുത്ത ആൾ മൈക്കെടുത്ത് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അടുത്ത പാട്ട് ഞാനാണ് എന്ന ധൈര്യത്തോടു കൂടി ഏത് പാട്ടാണ് വരെ പാടുന്നത്? ആലാപനം. നല്ല സൂപ്പർ. രണ്ടുപേരും പാടുന്ന പാട്ടാണ് അത്. അറിയോ? സിനിമ കണ്ടതാണോ അത്? ഇല്ല. എൻ്റെ സൂര്യപുത്രിക്ക് എന്ന സിനിമയിൽ എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് രാജാ സാറിൻ്റെ മ്യൂസിക് ആണെന്ന് തോന്നുന്നു. അതിമനോഹരമായൊരു പാട്ടാണ്. മോൻ്റെ വോയിസിന് പറ്റിയ പാട്ടുമാണ്.
ആരാണ് പാട്ടൊക്കെ സെലക്ട് ചെയ്ത് തന്നെ? അച്ഛനാണോ? അച്ഛനാണോ പാട്ട് പഠിപ്പിക്കുന്നത്? മീൻസ് ഇങ്ങനെയുള്ള പാട്ടുകൾ? കുറച്ച് പാട്ട് മാഷ് സാറ് പഠിപ്പിച്ചു, പിന്നെ ഒരു പാട്ട് അച്ഛൻ പഠിപ്പിച്ചു. കുറച്ച് പാട്ട് സാറ് പഠിപ്പിച്ചിനി അല്ലേ? ഞാൻ പഠിക്കും, എനിക്ക് ഇഷ്ടമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആലാപനം പോയാലോ? പോകാം. കുട്ടിക്ക് വെള്ളം വേണോ? വേണ്ട. ആലാപനം തേടും തായ്മനം, ആലാപനം തേടും തായ്മനം, വാരിടം പൂവേ ആരിരം പാ
സൂപ്പറായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടി. അതിനകത്ത് ആലാപനമൊന്നും എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, സൂപ്പറായിട്ട് പാടി മോനെ. അച്ഛനാണോ കൂട്ടിനെല്ലാം പഠിപ്പിച്ചത് ഇത് പാട്ട് ഒക്കെ? മോന് ഇഷ്ടമുള്ള ഇപ്പം മോൻ ഏതെങ്കിലും സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കാറുണ്ടോ? അവിടെ ഏറ്റവും കൂടുതൽ മോൻ പാടിയിട്ടുള്ള, മോന് ഒരു കോൺഫിഡൻസ് ഉള്ളൊരു പാട്ട് ഏതാ പാടിയിട്ടുള്ളതിൽ മലയാളം പാട്ടുകളിൽ? ശ്രീരാഗമോ പാടുമോ? എടുത്തു വെച്ചിട്ടുണ്ടോ ഇന്ന്? ഇല്ല, ചോദിച്ചൊന്നുമില്ല, എൻ്റെ ചോദിച്ചൊന്നുമില്ല കേട്ടോ. നോക്കാണ്ടറിയാം. ട്രാക്ക് കിട്ടുമ്പോൾ പാടിയിട്ടുണ്ടോ? 4 വരെ ആൻറ്റിക്ക് പാടി തരാം, ഒന്ന് പാടുത്താം. ആൻറ്റിക്ക് വേണ്ടി മാത്രം കേട്ടോ, എനിക്ക് മാത്രം, വേറെ ആർക്കുമല്ല, എനിക്ക് മാത്രം. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ ഭൂമാനമായി എൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർകന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. എന്താ പാടിപ്പിച്ചതറിയാം? ഇത് എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. ഒരുപാട് ചില ലാലേട്ടൻ അഭിനയിച്ച ഇതിനകത്ത് പവിത്രം, എന്താ പവിത്രമല്ലേ ഇത്? പവിത്രം മൂവിയിലെ അതിമനോഹരമായൊരു പാട്ടാണ്. ഇതിനകത്ത് ആ ഒരു പാട്ടിനകത്ത് എല്ലാം ഉണ്ട്. അതിനകത്ത് റൊമാൻസും ഇമോഷൻസും എല്ലാം കൂടെ ഒത്തിണങ്ങിയ ഒരു പാട്ടാണ്. ഒരു സെമി ക്ലാസിക്കൽ ടച്ചുള്ള അതിമനോഹരമായ ഒരു പാട്ട്. ആര് വന്നാലും ഞാൻ ചോദിക്കാം ആ പാട്ട് അറിയാമെന്ന് ചോദിക്കാം. അത് എത്ര കേട്ടാലും മതിയാവാത്തൊരു പാട്ടാണ്. ഓക്കെ, ആലാപനം നമ്മുടെ വിഷ്ണുമാഷാനെ പഠിപ്പിച്ചാണോ? ആണോ? വിഷ്ണുമാഷ് പഠിപ്പിച്ചാണോ ആലാപനം? നന്നായിട്ട് പാടിമോ കേട്ടോ. ഓക്കെ, അപ്പം മിന്നൽ വള അച്ഛനാണോ പാടുന്നത്? നമ്മുടെ കൈതപ്രം സാറിൻ്റെ വരികളാണ്. അതിമനോഹരമായൊരു പാട്ടാണ്, സൂപ്പർ ഒരു പാട്ടാണ് മിന്നൽ വള. അപ്പോൾ പുതിയ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ജെൻസി ടച്ചുള്ള ഒരു പാട്ട്, ജെൻസിക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട്, എല്ലാ ആൾക്കാർക്കും, എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടം. എല്ലാം കൂടുതലും ഈ ഒരു ജനറേഷനിൽ ഇറങ്ങിയ ഒരു പാട്ടാണ്. ഇത് പാടാത്ത ആൾക്കാരില്ല, ചില പാട്ടറിയാത്തവരും ചുമ്മാതെ മൂളിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ട്, അടിപൊളി ഒരു പാട്ട്. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന് തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൻ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൻ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. കൊതിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ്. രാവിൽ നിന്റെ പൂമുഖം കണ്ട് ഉലകം കൊണ്ട് നല്ലിളം കാറ്റ്. കണ്ണാടി പുഴയിലെ പൂന്തിരകൾ നാമല്ലോ തീരത്തെ ഓളങ്ങൾ. തീരാത്ത ദാഹത്തിൻ താളങ്ങൾ പാരിത് നാം പോയിടാം, വെണ്ണതി പോലൊഴുകിടാം. മിന്നൽ വള
കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാ എത്തുകില്ല മാരിവില്ലാണു നീ മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാ എത്തുകില്ല മാരിവില്ലാണു നീ കായൽ തിരമാലകളാകെ തേടി വന്ന പൂവുകളായി പുൽക്കൂടിനരികിലായി ചേർന്നിരിക്കാൻ ചുംബന പൂവിതളെന്നിൽ ആദ്യാനുഭൂതികളായി ആദ്യാനുഭൂതികളിൽ ഞാൻ ഒഴുകി ഞാനില്ല നീയില്ല നമ്മളൊന്നാ ഓരോരോ രാവുകളും മോഹനമാ നാം ഒഴുകി സ്നേഹമായി പ്രിയതരമായി ഒഴുകി പ്രണയമായി മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണു നീ മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണു നീ ഏത് പാടി അച്ഛൻ എങ്ങനെയാണ് പെർഫോമൻസ് ഒക്കെ ഉണ്ടോ സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പം ഡാൻസ് കളിക്കുമോ അച്ഛനല്ലേ ആഹാ വീട്ടിലെങ്ങനെയാ പാട്ട് പാടുമ്പോൾ കുറച്ച് ഡാൻസ് കളിക്കും സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞു കേട്ടോ അടുത്ത സോങ് ഏതാണ് ഇനി എത്ര പാട്ടുണ്ട് 2 പാട്ടോ ഒരു പാട്ട് ഓക്കെ ആരാ പാടുന്നത് മോനാണോ പാടുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരു ഡിബേറ്റ് എടുക്കാൻ ഞാൻ എന്തായിരുന്നു അപ്പോൾ അടുത്ത പ്രാവശ്യം ഡിബേറ്റ് എടുത്തിട്ട് എന്നോട് പാടിയിട്ടുണ്ടോ ഡിബേറ്റ് പാടിയിട്ടുണ്ടോ ഇല്ല അതെന്ത് പറ്റി അച്ഛൻ്റെ കൂടെ പാടാൻ ശരിയാവില്ല അതെന്താ ഡിബേറ്റ് എടുക്കണം കേട്ടോ പഠിച്ചോണ്ട് വരണം കേട്ടോ ഇഷ്ടമായോ ഈ സ്റ്റേജ് ഇഷ്ടമായോ ഇഷ്ടമായി ഇനി വരുമോ അങ്ങോട്ട് പാട്ടൊക്കെ പഠിച്ചിട്ട് തന്നെ നാട്ടിൽ പോകുമ്പം അമ്മൂമ്മ അടുത്ത് പിന്നെ അമ്മയുടെ അച്ഛന് അങ്ങനെ വിളിക്കുന്ന അമ്മൂമ്മ അടുത്ത് അപ്പൂപ്പനെടുത്തൊക്കെ അന്വേഷണം പറയണം ആൻറ്റിയുടെ പറയോ നാട്ടിൽ പോയി നന്നായിട്ട് എൻജോയ് ചെയ്യുക കേട്ടോ നന്നായിട്ട് എൻജോയ് ചെയ്യുക നാട്ടിൽ നിൽക്കുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ അപ്പം ഹാപ്പി ജേർണി സേഫ് ജേർണി അപ്പം ഇനിയും വരിക ഫൈനൽ സോങ്ങിലേക്ക് പോകാം അത് കഴിഞ്ഞിട്ട് രാമായണ പാരായണമുണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക അത് കഴിഞ്ഞ് ന്യൂസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ന്യൂസ് അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചും ശാന്തിനി എല്ലാവരും ചെന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേ ട്യൂൺ നാളെ കാണാൻ വീണ്ടും 6 മറ്റൊരു ഇതിമായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം അനുജ ടാറ്റ ബൈ ബൈ ഫൈനൽ സോങ് ഏതാണ് മോഹം കൊണ്ട് പോകാം മോള് ഞാൻ പാടിക്കോളാം ഞങ്ങൾ മോനെ കൊണ്ടേ പാടിക്കത്തുള്ളൂ കേട്ടോ ഇത് വീട്ടിലിരുന്ന വൈഫിൻ്റെ പേരെന്താ ശ്രുതിക്കും ദേവാനും വേണ്ടിയിട്ട് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാണ് മോഹം കൊണ്ട് ഞാൻ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇണം പൂത്തനാൾ മധു തേടിപ്പോയി മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇണം പൂത്തനാൾ മധു തേടിപ്പോയി നീളേ
NTV UAE to the world.